ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മംഗലാപുരം ഉടുപ്പി സ്റ്റൈലിൽ ഒരു ചക്കയടയുടെ റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ ചക്കയട തയ്യാറാക്കുന്നത്. കുരുമുളകൊക്കെ ചേർത്തിട്ടാണ് ഈ അട നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഈ അട നമ്മൾ തേക്കിൻ്റെ ഇലയ്ക്കകത്താണ് തയ്യാറാക്കുന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ തേക്കിൻ്റെ ഇലയ്ക്കകത്ത് അട തയ്യാറാക്കി കഴിക്കണം എന്നാണ് ഇവിടെയുള്ളവർ പറയാറ്. നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് തേക്കിൻ്റെ ഇല. അപ്പം ഇതുപോലെ ചക്കയട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു 1.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. തേങ്ങ കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം നമ്മൾ തേങ്ങ ചേർക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചക്കപ്പഴം. ഞാൻ ഇന്നലെ തന്നെ ചക്കപ്പഴമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇന്ന് ഈ ചക്കപ്പഴം എടുത്ത് അട തയ്യാറാക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴം നമ്മൾ വേവിക്കൊന്നും വേണ്ട കേട്ടോ. ചക്കപ്പഴം അങ്ങനെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കുരുമുളകാണ്. ഇവിടെ പറയുന്നത് കുരുമുളക് ഇട്ട് ചക്കയട തയ്യാറാക്കുകയാണെങ്കിൽ വയറ്റിൽ ഇപ്പോൾ ഗ്യാസ്ട്രിക്, അതുപോലെ ചിലർക്ക് ചക്കയടയൊക്കെ തിന്ന് കഴിയുമ്പോൾ ജലദോഷമൊക്കെ വരാറുണ്ട്. വയറ്റിൽ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർത്ത് ചക്കയട തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 12-13 കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഏലക്കയാണ്. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇതുകൊണ്ട് വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മളിത് അരയ്ക്കാനായിട്ട്. ചക്കപ്പഴത്തിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ ചക്കപ്പഴത്തിനെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചക്കപ്പഴം ഒത്തിരി നൈസായിട്ട് അരയണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് ക്രഷായിട്ട് കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. പച്ചരിയുടെ കൂടെ തന്നെ തേങ്ങയും കൂട്ടി നമുക്ക് അരയ്ക്കാം. തേങ്ങ അരച്ചാലും കുഴപ്പമില്ല, അരയ്ക്കാതെ ചിരകിയ തേങ്ങ അങ്ങനെ തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ അരിയുടെ കൂടെ തേങ്ങയും കൂടെ അരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, സ്വീറ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് അരയ്ക്കാനായിട്ട്. നമുക്ക് അരയ്ക്കാൻ പറ്റുന്ന ആ ഒരു ഇതിന് വേണ്ടി അതിന് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഒത്തിരി നൈസായിട്ടല്ല, കുറച്ച് തരിതരിയായിട്ട് ചെറിയ റവയുടെ ഒരു പരുവത്തിൽ കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ അരിമാവെല്ലാം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഇവിടെ ചക്കപ്പഴത്തിൽ ശർക്കര ചേർക്കാതെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അട തയ്യാറാക്കിയിട്ട് കറി കൂട്ടി കഴിക്കും. ഇപ്പോൾ നമ്മൾ മീൻ കറിയോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ചക്കപ്പഴത്തിൽ അരിമാവ് മിക്സ് ചെയ്തിട്ട് ശർക്കര ചേർക്കാതെ നമ്മൾ അട ഉണ്ടാക്കുവാണെങ്കിൽ കറി കൂട്ടി കഴിക്കാം. നമുക്കിപ്പം ചായയുടെ കൂടെയോ ഈവനിങ് സ്നാക്കായിട്ടോ അതോ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഇച്ചിരി മധുരത്തോടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പൊടി ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര അതിൽ ചീകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ചക്കപ്പഴം അരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അരി അരയ്ക്കുമ്പോഴോ ഉരുക്കി പാനിയാക്കിയിട്ട് അത് കൂട്ടി നമ്മൾ അരച്ചാലും മതി. ഞാനിപ്പോൾ പൊടി ആയത് കാരണം പൊടി അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇത് നമുക്ക് തേക്കിൻ്റെ ഇലയ്ക്കകത്ത് മാത്രമല്ല കേട്ടോ, വാഴ ഇലയ്ക്കകത്തും നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. അതുപോലെ തന്നെ നമ്മുടെ വട്ടയിലയുണ്ടല്ലോ വട്ടയിലയ്ക്കകത്തും തയ്യാറാക്കാം കേട്ടോ. ഞാനിപ്പം തേക്കിൻ്റെ ഇലയ്ക്കകത്താണ് തയ്യാറാക്കുന്നത്. ഞാൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിക്കുക. ഒരു നല്ല റെഡ് കളറായിരിക്കുമേ നമ്മുടെ ചക്കയടയ്ക്ക്. അപ്പോൾ തേക്കിൻ്റെ ഇല മൂക്കാത്ത ഇതുപോലെ ഇളത്തായിട്ടുള്ള ഇല എടുക്കണം. ഇല എടുത്തിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ മാവ് ഇതുപോലെ ഇലയിലേക്ക് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഈ മഴക്കാലം ആയ കാരണം തേക്കിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വലിയ ഇല കിട്ടും. അപ്പോൾ നമുക്ക് എത്രത്തോളം മാവ് വേണോ അതുപോലെ മാവിങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഈ ഇലയൊന്ന് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. വാഴയിലക്കകത്താണെങ്കിലും വാഴയില കുറച്ച് വലിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വാഴയിലക്കകത്ത് നമുക്ക് ഇതുപോലെ തന്നെ മാവാക്കി കൊടുത്ത് ഫോൾഡ് ചെയ്ത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ തേക്കിൻ്റെ ഇലയ്ക്കകത്ത് ഇതുപോലെ മാവൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ആക്കിയെടുക്കാം. മാവെല്ലാം ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഞാനിത്. ഇനി ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ചൂടിങ്ങനെ പൊങ്ങി വരുമല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന
ചക്കയുടെ എല്ലാം നമുക്ക് ഇഡ്ഡലി പാത്രത്തിലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി ഒരു 25 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഇരിക്കണം. എന്നാലേ അകത്തൊക്കെ നന്നായിട്ട് നമ്മൾ കുറച്ച് കനത്തിലാണല്ലോ, അപ്പോൾ ഒരു 30 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് തുറന്നു. ഇവിടെ നമ്മുടെ ചക്കയുടെയൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിപ്പം ഒരെണ്ണം എടുത്ത് ഒന്ന് തുറന്ന് കാണിച്ച് നോക്കാം. ഇത് കണ്ടോ, കളറ് കണ്ടോ, നല്ല ചുമന്ന കളറായിട്ടുണ്ട്. നമ്മുടെ അടയും ഇതുപോലെ നല്ല ചുമന്ന കളറാണ്. തുറക്കുമ്പോൾ തന്നെ നല്ല ആ സ്മെല്ലും ഫ്ലേവറും നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല വെണ്ണ പോലെയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ഒരു ഗ്ലാസ് ചൂട് ചായയുടെ കൂടെ ഇതിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണം കഴിക്കുമെന്ന് നമ്മളറിയില്ല. അത്ര ടേസ്റ്റാട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.